പ്രിയ വിദ്യാർത്ഥികളെ, 9th സ്റ്റാൻഡേർഡിൽ നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ 3 തേർഡ് ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോകും. ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് ഹിസ്റ്ററിക്കകത്ത് ഒരു പാർട്ട് കൂടിയുണ്ട്, പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ഒരു പാർട്ട് കൂടിയുണ്ട്. പൊളിറ്റിക്കൽ സയൻസ് മറക്കണ്ട, എന്താണ് പൊളിറ്റിക്കൽ സയൻസ്? കേട്ടിട്ടുണ്ടാവും പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസ് മലയാളം രാഷ്ട്രതന്ത്ര ശാസ്ത്രം അല്ലെങ്കിൽ രാഷ്ട്രമീമാംസ എന്ന് പറയും. ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു, സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അടുത്ത തേർഡ് ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ പഠിക്കുന്നതിന്റെ ഒരു എയിം എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ ലൈഫിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു വ്യക്തി, ഒരു ഇൻഡിവിജ്വൽ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പൊ പൊളിറ്റിക്കൽ സയൻസ് ആണ്, കേട്ടിട്ടുണ്ടോ? പൊളിറ്റിക്കൽ സയൻസ്, രാഷ്ട്രമീമാംസ. ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് അരിസ്റ്റോട്ടിൽ. മറക്കരുത്, ബയോളജി കേട്ടാണ് അല്ലേ നിങ്ങൾ? ജീവശാസ്ത്രം. അതുപോലെ ബയോളജിയുടെ പിതാവ് എന്ന് പറയുന്നത് ആരാ? അരിസ്റ്റോട്ടിലാണ്. അതുപോലെയാണ് പൊളിറ്റിക്കൽ സയൻസ്. ഈ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന സയന്റിഫിക് സ്റ്റഡി ഡെവലപ്പ് ചെയ്തത് എവിടെ നിന്ന് കേട്ടിട്ടുണ്ടാവും? ഗ്രീസാണ്. ഗ്രീക്ക് സബ്ജക്റ്റ് ആണ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ്. ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് അരിസ്റ്റോട്ടിൽ. അവിടെ നോട്ടെ, നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ? ഇന്ത്യൻ ഭരണഘടന. റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. റൈറ്റ്സ് അവകാശങ്ങൾ, ഡ്യൂട്ടീസ് കടമകൾ. ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കടമകളും. ഇതാണ് ചാപ്റ്ററിന്റെ പേര്. കോൺസ്റ്റിറ്റ്യൂഷൻ കേട്ടിട്ടുണ്ടോ? ഭരണഘടന. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാ നിലവിൽ വന്നത് അറിയാമോ ആർക്കെങ്കിലും? 1950 ജാനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. അതിനു മുമ്പ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു 1949 നവംബർ മാസം 26-ാം തീയതിയാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. മറക്കണ്ട, ആ ഡേറ്റ് മറക്കണ്ട. 1950 ജനുവരി 26. അപ്പോൾ ചാപ്റ്ററിന്റെ പേര് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കടമകളും. നിങ്ങൾക്ക് അവകാശങ്ങളുണ്ടോ? എന്തൊക്കെയാണ് നിങ്ങളുടെ റൈറ്റ്സ്? ഹൗ മെനി റൈറ്റ്സ് ആർ ഗ്യാരണ്ടീഡ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്ന റൈറ്റ്സുകൾ എത്രണ്ണമുണ്ട്? അല്ലെ, ഒരുപാട് റൈറ്റ്സുകളുണ്ട്. പല പേരുകളിലെ റൈറ്റ്സ് അറിയപ്പെടും അല്ലെ. പൊളിറ്റിക്കൽ റൈറ്റ് എന്ന് കേട്ടിട്ടുണ്ടാവും, രാഷ്ട്രീയ അവകാശം, സിവിൽ റൈറ്റ്സ് പൗരാവകാശം, ഇക്കണോമിക് റൈറ്റ്സ് സാമ്പത്തിക അവകാശം, കൾച്ചറൽ റൈറ്റ്സ് സാംസ്കാരിക അവകാശം. കേട്ടിട്ടില്ലേ? പക്ഷെ വേറെ ഒന്ന് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താ? ഈ ഒരു സാധനം, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് സിറ്റിസൺ. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താ? മൗലിക അവകാശം. എന്താണ് ഈ മൗലിക അവകാശം? അല്ലെ, ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഈ ചാപ്റ്ററിലെ മെയിൻ ടോപ്പിക്. ഈ ചാപ്റ്റർ നിങ്ങൾ തുറക്കുമ്പോൾ ടെക്സ്റ്റിൽ ആദ്യം കാണുന്നത് എന്താ? ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, പ്രിയാമ്പിൾ. പ്രിയാമ്പിൾ കേട്ടിട്ടുണ്ടോ? പ്രിയാമ്പിൾ മലയാളം ആമുഖം. ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിംഗ് ഒരു ഹെഡ്ലൈൻ കൊടുത്തിട്ടുണ്ട്. ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഭരണഘടന. അത് കഴിഞ്ഞ് ചെറിയൊരു ഹെഡ്ലൈൻ അല്ലെ, റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. എന്താ? പ്രിയാമ്പിൾ, ആമുഖം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ പ്രിപ്പയർ ചെയ്ത ആർക്കെന്ന് അറിയാമോ?
ദി ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആരാ? ജവഹർലാൽ നെഹ്റു. നെഹ്റുവാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കി. ഇന്ത്യൻ സൊസൈറ്റി, ഇന്ത്യ എന്ന് പറയുന്ന നേഷൻ, കൺട്രി എങ്ങനെയായിരിക്കണം? ഇന്ത്യൻ സൊസൈറ്റിയുടെ അല്ലെ ഇന്ത്യ എന്ന് പറയുന്ന നേഷന്റെ നേച്ചർ എന്തായിരിക്കണം? അതാണ് പ്രിയാമ്പിളിലൂടെ നമ്മുടെ നേഷൻ ബിൽഡേഴ്സ് എന്ത് ചെയ്തത്, ഉദ്ദേശിച്ചത്. അവരുടെ ഒരു ഡെവലപ്മെന്റ്സ് ആണ്, അവരുടെ ഒരു കൺക്ലൂഷൻ അതാണ്, അവരുടെ ഒരു കൺസെപ്റ്റ് അതായത് എന്താ ഇന്ത്യൻ സൊസൈറ്റി. കാരണം നമുക്കറിയാം കൊളോണിയൽ പീരീഡിൽ നിന്ന് നമ്മൾ ഇൻഡിപെൻഡന്റ് ആകുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യും, ഒരുപാട് വെല്ലുവിളികൾ അല്ലേ? ബ്രിട്ടീഷ് ഡോമിനേഷനിൽ നിന്ന് നമ്മൾ ഇൻഡിപെൻഡന്റ് ആകുന്ന സമയത്ത് ഉണ്ടാകുന്ന ചലഞ്ചസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ആ ടൈമിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രിയാമ്പിൾ നമുക്ക് പ്രിപ്പയർ ചെയ്യണം. ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ, കാരണം നമ്മളെ ജവഹർലാൽ നെഹ്റുവിനെ കൺസിഡർ ചെയ്യുന്നത് എന്താ, ദി നേഷൻ ബിൽഡർ എന്ന രാഷ്ട്രശില്പി. ഇന്ത്യൻ ഡെവലപ്മെന്റിന്റെ കംപ്ലീറ്റ് ഫെസിലിറ്റീസ്, ഡെവലപ്മെന്റൽ പാത്സ്, വികസന പാത ഇന്ത്യക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത് ആരാ? നെഹ്റുവാണ്. നെഹ്റുവിന്റെ ലീഡർഷിപ്പിലാണ് ഒരു ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സ്, പൊളിറ്റീഷ്യൻസ് അല്ലെ അവരുണ്ടായിരുന്നു. നെഹ്റു മാത്രമല്ല, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ BR അംബേദ്കർ, സർദാർ വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ, മൗലാന അബ്ദുൽ കലാം ആസാദ്. കേട്ടിട്ടുണ്ടോ? ദ ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ആര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സ് ആണ് ഈ മോഡേൺ ഇന്ത്യയുടെ കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഇന്ത്യയുടെ ഈ കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കുറെ നേതാക്കളുടെ കഠിന പരിശ്രമമാണ്, ഹാർഡ് വർക്കിന്റെ ഒരു റിസൾട്ടാണ്. ആ ഹാർഡ് വർക്കിന്റെ ഒരു റിസൾട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. ഈ ഒരു സാധനം, ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യ എന്താവുമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ പീപ്പിൾസിന്റെ റൈറ്റ്സ് എന്താവുമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് സോഷ്യൽ ലൈഫിൽ കോൺസ്റ്റിറ്റ്യൂഷനും ഫണ്ടമെന്റൽ റൈറ്റ്സിനും ഉള്ളത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ പുസ്തകത്തിൽ ഈ ചാപ്റ്റർ ഉൾപ്പെടുത്താൻ കാരണം. ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പഠിച്ച് മാർക്ക് വാങ്ങാനുള്ള സാധനമല്ല, നിങ്ങൾ നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ പ്രിപ്പയർ ചെയ്ത് ആരംഭിച്ചത് ആരെന്ന് പറയണം? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റുവാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു മെയിൻ സെന്റൻസിലേക്കാണ് ഞാൻ പോകുന്നത്. സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ആദ്യം ഭരണഘടന ഉണ്ടാക്കിയ സമയത്ത് സെക്കുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് മാത്രമേ ഉള്ളൂ. സെക്കുലർ ഇത്രയും ഭാഗം മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. സെക്കുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് മാത്രമേ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. 1976 42-ാം ഭരണഘടനാ ഭേദഗതി അന്നാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്, ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏതുകൂടി നമ്മുടെ ഈ സോവറിൻ, സോഷ്യലിസ്റ്റ് കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയത്. 1976 സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് എന്ത് ചെയ്തത്, ആഡ് ചെയ്തത്. ഫസ്റ്റിൽ എതേ ഉള്ളായിരുന്നു, സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന്, അതായത് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. അതിന്റെ കൂടെ ഇതുകൂടി ചേർത്തു, പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് നമ്മുടെ ഇന്ത്യ അറിയപ്പെടുന്നത്. അപ്പോൾ മറക്കണ്ട, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനില് ഇന്ത്യയെ ഐഡന്റിഫൈ ചെയ്യുന്നത് ഏത് ബേസിലാണ്? സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അതായത് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്, ഇതെല്ലാമാണ് ഇന്ത്യ. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല, അവിടെ ജസ്റ്റിസിനെ കുറിച്ച് പറയുന്നുണ്ട്. ജസ്റ്റിസ് എന്താ? നീതി. ലിബർട്ടി, ലിബർട്ടി എന്താ? സ്വാതന്ത്ര്യം. ഇക്വാളിറ്റി, സമത്വം. ഫ്രട്ടേണിറ്റി, സാഹോദര്യം.
ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വളരെ വളരെ ക്ലാരിറ്റിയോടുകൂടി ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുക, ആഡ് ചെയ്ത് ചെയ്യുക. കാരണം അത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷനും ഡെമോക്രസിക്കും ആര് കൊടുക്കുന്നത്? ഇന്ത്യ നൽകുന്നത്. അല്ലെ, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇമ്പോർട്ടൻസ് അത്രമാത്രം ഉണ്ട് നമ്മുടെ സോഷ്യൽ ലൈഫിൽ. അപ്പൊ ഓർമ്മിക്കുക, പ്രിയാമ്പിൾ ഇന്ത്യയെ ഐഡന്റിഫൈ ചെയ്യുന്നത് ഏത് ബേസിലാണ്? ഇന്ത്യ എങ്ങനെയുള്ള രാജ്യമായിരിക്കണം? സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. സോവറിൻ പരമാധികാരം, സോഷ്യലിസ്റ്റ് രാജ്യം. സെക്കുലർ മതേതര രാജ്യം. ഡെമോക്രസി അറിയാം, ജനാധിപത്യം, റിപ്പബ്ലിക് അറിയാം. ഇതിന്റെയൊക്കെ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ അന്തം വിട്ടു പോകും അല്ലെ. സോവറിൻ പരമാധികാരം എന്ന് വെച്ചാൽ സ്വതന്ത്ര രാജ്യങ്ങളെ, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രാജ്യങ്ങളെയാണ് നമ്മൾ സോവറിൻ കൺട്രീസ് എന്ന് പറയുന്നത്. ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്ന ഏത് നേഷനും സോവറിൻ നേഷൻ. സോഷ്യലിസ്റ്റ് നേഷൻ എന്ന് പറയുന്നത് എന്താ? അവിടെ നമ്മളെ ഫസ്റ്റ് സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് ഇൻ ദി വേൾഡ് എന്ന് പറയുന്നത് USSR, റഷ്യ. ഇന്നത്തെ റഷ്യയാണ് ലോകത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് രാജ്യം. ജനങ്ങൾക്ക് എല്ലാവിധ ജീവിതോപാധികളും ജീവിത സൗകര്യങ്ങളൊക്കെ ഉറപ്പാക്കിക്കൊണ്ട് ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ തന്നെ ശക്തമായ ഒരു ഇടപെടലൊക്കെ നടത്തുന്ന രാജ്യം സോഷ്യലിസ്റ്റ് രാജ്യമാണ്. സെക്കുലർ മതേതരം, എല്ലാ മതങ്ങൾക്കും തുല്യ സ്ഥാനം. അതാണ് നമ്മൾ സെക്കുലർ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യ ഒരു സെക്കുലർ സ്റ്റേറ്റ് ആണ്. സെക്കുലറിസം എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ പ്രയോക്താവ്, കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ ഒരു പ്രിൻസിപ്പൽ ഐഡിയോളജിയാണ്. ഇത് സെക്കുലറിസം, മതേതരത്വം എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ ഒരു ആശയമാണ്. പിന്നെ ഡെമോക്രസി അറിയാം, ദ ലാർജസ്റ്റ് ഡെമോക്രാറ്റിക് നേഷൻ ഇൻ ദി വേൾഡ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇത് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ അതിലെ വാക്കുകളാണ് സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. എന്നാ ഇന്ത്യ റിപ്പബ്ലിക് ആയത്? അന്ന് തന്നെയാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് അല്ലെ, 1950 ജനുവരി 26. റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിനെ റിപ്പബ്ലിക് എന്ന് കൺസിഡർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? ഒരു രാജ്യത്തെ റിപ്പബ്ലിക് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അറിഞ്ഞിരിക്കണം. വെറുതെ അല്ല, സ്വാതന്ത്ര്യം കിട്ടിയത് കൊണ്ടല്ല നമ്മൾ റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഒരു സ്റ്റേറ്റിന്റെ എക്സിക്യൂട്ടീവ് ഹെഡിനെ ഇലക്ട്രൽ പ്രൊസീജിയറിലൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റേറ്റ് എന്തായിരിക്കും? റിപ്പബ്ലിക് ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിലെ രാഷ്ട്രത്തലവനെ തെരഞ്ഞെടുപ്പിലൂടെ നിശ്ചയിക്കുകയാണെങ്കിൽ ആ രാജ്യം റിപ്പബ്ലിക് ആയിരിക്കും. ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ ആരാ? പ്രസിഡന്റ്, രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് തെരഞ്ഞെടുപ്പിലൂടെയാണ്. നമ്മൾ 8ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെ, ഇലക്ട്രൽ കോളേജിനെ കുറിച്ച് പഠിച്ചു. അതുകൊണ്ട് ഏത് രാജ്യവും രാഷ്ട്രത്തലവനെ തെരഞ്ഞെടുപ്പിലൂടെ നിശ്ചയിക്കുകയാണെങ്കിൽ ആ രാജ്യം എന്തായിരിക്കും? റിപ്പബ്ലിക് ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു നേച്ചറാണ് ഇന്ത്യ എന്ന് പറയുന്നത്. മറക്കണ്ട, സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് ഇന്ത്യ. ആ ഭാരതത്തിലെ പൗരന്മാർക്കെല്ലാം എന്തൊക്കെ ഉറപ്പാക്കാൻ കഴിയണം? ജസ്റ്റിസ്, നീതി ഉറപ്പാക്കാൻ കഴിയണം. ലിബർട്ടി, സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ കഴിയണം. ഇക്വാളിറ്റി, സമത്വം ഉറപ്പാക്കാൻ കഴിയണം. ഫ്രട്ടേണിറ്റി, സാഹോദര്യം ഉറപ്പാക്കാൻ കഴിയും. അതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഐഡിയോളജി. നമ്മുടെ പ്രിയാമ്പിളിൽ ആഡ് ചെയ്തിരിക്കുന്ന ഒരു തിയറി അതാണ്. മറക്കണ്ട, പ്രിയാമ്പിൾ ആമുഖം ആരാ തയ്യാറാക്കിയത്? ജവഹർലാൽ നെഹ്റു ആണ് ആ പ്രിയാമ്പിൾ തയ്യാറാക്കി. അപ്പോ ഒരു സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ് ഇന്ത്യ. ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യവും അതാണ്. അപ്പൊ ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് അല്ലെ, ആമുഖവുമായി ബന്ധപ്പെട്ട്. അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഗ്യാരണ്ടി ചെയ്യുന്നത് അല്ലെ, നമ്മൾ പറയുന്നുണ്ട് എന്തൊക്കെയാ? സോഷ്യലും എക്കണോമിക്കലും പൊളിറ്റിക്കലുമായിട്ടുള്ള ജസ്റ്റിസ് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റണം അല്ലെ. അതുപോലെ എന്ത് ചെയ്യുന്നു? ലിബർട്ടി, സ്വാതന്ത്ര്യം അല്ലെ, ഇക്വാളിറ്റി, സമത്വം അഡോപ്റ്റ് ചെയ്യാൻ പറ്റണം അല്ലെ. സമത്വം ഉറപ്പാക്കാൻ കഴിയണം, സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ കഴിയണം അല്ലെ. ലിബർട്ടി എന്ന് പറയുന്നത് എന്തൊക്കെയാ? എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. അഭിപ്രായം, ആരാധന, വിശ്വാസം, എല്ലാത്തിനും സ്വാതന്ത്ര്യം വേണം. ഇക്വാളിറ്റി എന്താ?
ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, അവസര സമത്വം ഉറപ്പാക്കാൻ കഴിയണം. ഫ്രട്ടേണിറ്റി എന്താ? ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ ആൻഡ് ദി യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദി നേഷൻ. രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും വ്യക്തികളുടെ അന്തസ്സും ഉയർത്തിപ്പിടിക്കാൻ കഴിയണം. ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജസ്റ്റിസും ലിബർട്ടിയും ഇക്വാലിറ്റിയും ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത് വെറുതെ പറയുന്ന വാക്കുകളല്ല ഭരണഘടനയിൽ. ജസ്റ്റിസ് എന്താണെന്നൊക്കെ, ലിബർട്ടി എന്താണെന്ന്, ഇക്വാളിറ്റി എന്താണെന്ന്, ഫ്രട്ടേണിറ്റി എന്താണെന്ന് വെറുതെ പറയുന്നതല്ല. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയണം. ഒരു സ്റ്റേറ്റിന് ഉറപ്പാക്കാൻ കഴിയണം. മനസ്സിലായില്ലേ? എൻഷുർ ചെയ്യാൻ കഴിയണം, ഉറപ്പിക്കാൻ കഴിയണം. എങ്കില് ആ സ്റ്റേറ്റിനെ നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റൂ. എങ്ങനെ? സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പൊളിറ്റിക്കലും സോഷ്യലുമായിട്ടുള്ള എക്കണോമിക്കലുമായിട്ട് ജസ്റ്റിസ് എൻഷുർ ചെയ്യാൻ പറ്റണം, അല്ലെ? എക്സ്പ്രഷനും ബിലീഫും തോട്ടും ഫെയ്ത്തിനും വർഷിപ്പിനുമുള്ള ലിബർട്ടി, ഫ്രീഡം എൻഷുർ ചെയ്യാൻ കഴിയണം. അതുപോലെ തന്നെ റൈറ്റ് ടു ഓപ്പർച്യൂണിറ്റി, അവസര സമത്വം, റൈറ്റ് ടു ഇക്വാളിറ്റി, അല്ലെ? നമുക്ക് സമത്വം ഉറപ്പാക്കാൻ കഴിയണം. അതുപോലെ തന്നെ എന്താ? ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ, ഇൻഡിവിജ്വലിന്റെ അന്തസ്സ് ഉറപ്പാക്കാൻ കഴിയണം. ആൻഡ് യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദി നേഷൻ, ഒരു രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പാക്കാൻ കഴിയണം. എങ്കിൽ മാത്രമേ അവിടെ എന്താവൂ? സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് ഒരു സ്റ്റേറ്റിനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ. ഇതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. മനസ്സിലായോ? ഇനി നമുക്ക് ചാപ്റ്ററിന്റെ കണ്ടന്റിലേക്ക് പോകാം. ഓക്കെ, അപ്പോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ അതാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രിയാമ്പിളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ഈ ചാപ്റ്ററിലെ ഒരു മെയിൻ ടോപ്പിക്കാണ് നമ്മൾ ആ ചാപ്റ്ററിന്റെ പേരിന്റെ അവസാനം റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. ഈ ചാപ്റ്ററിൽ വരുന്ന 3 പാർട്ടാണ്. ഒന്ന് ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ. നമ്പർ 2 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലിക കടമകൾ. നമ്പർ 3 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, നിർദ്ദേശക തത്വങ്ങൾ. നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങളാണ്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ സ്റ്റുഡന്റ് അല്ല, നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഏതൊക്കെ? ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ. അതിൽ ആദ്യത്തെ പാർട്ട് നമ്മൾ എടുക്കാൻ പോകും. എന്താ? ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 3 ആർട്ടിക്കിൾ 12 to 32 വരെയുള്ള ഭാഗം, ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്ത് 12 മുതൽ വകുപ്പ് 12 മുതൽ 32 വരെയുള്ള ഭാഗത്താണ് ഏതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. How many fundamental rights are guaranteed in Indian Constitution? ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന് ഉറപ്പാക്കുന്ന എത്ര മൗലികാവകാശമുണ്ട്? ബോർഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. എത്രയാ? 6 എണ്ണം. 6 fundamental rights guaranteed in Indian Constitution. ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ പുസ്തകം കൂടി എടുത്തു വയ്ക്കണം. ഞാൻ പഠിപ്പിക്കുന്ന ഭാഗം ഞാൻ പഠിപ്പിച്ച് തീർന്നതിന് ശേഷം പുസ്തകം എടുത്ത് ഉടനെ വായിച്ചു നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കുക, അല്ലെങ്കിൽ എന്നോട് പ്രത്യേകിച്ച് ചോദിക്കുക. എങ്ങനെ വേണോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സംശയം ചോദിക്കാൻ കൃത്യമായിട്ട് അത് പറഞ്ഞു. അപ്പോ മറക്കണ്ട, എത്ര മൗലിക, ഹൗ മെനി ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ഗ്യാരണ്ടീഡ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? പറയണം. എന്താ? 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ഗ്യാരണ്ടീഡ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന് ഉറപ്പാക്കുന്ന മൗലികാവകാശങ്ങൾ എത്രണ്ണമുണ്ട്? 6 എണ്ണം. എന്നാൽ 1950-ൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇംപ്ലിമെന്റ് ചെയ്ത സമയത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് 7 ആയിരുന്നു. എത്ര ഉണ്ടായിരുന്നു? 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് ചേഞ്ച് വന്നു. ഏതെന്നറിയാമോ? അറിഞ്ഞിരിക്കണം. റൈറ്റ് ടു പ്രോപ്പർട്ടി, മലയാളം സ്വത്തവകാശം. മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് മാറ്റം ചെയ്യപ്പെട്ട മൗലികാവകാശം ഏത്? റൈറ്റ് ടു പ്രോപ്പർട്ടി, സ്വത്തവകാശം. അപ്പൊ ഇപ്പൊ അത്രയേ ഉള്ളൂ, 6 എണ്ണേ. 6 fundamental rights are guaranteed in Indian Constitution. Indian Constitutionന്റെ പാർട്ട് 3-ലാണ് ഏത് വരുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സ്, എ ബണ്ടിൽ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്.
മൗലികാവകാശങ്ങളുടെ ഒരു കൂട്ടം. ആർട്ടിക്കിൾ എത്ര മുതൽ തുടങ്ങുക? 12 മുതൽ തുടങ്ങി 32 വരെയുള്ള ആർട്ടിക്കിൾ വകുപ്പുകൾ അതിനകത്ത് വരും. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് അതിന്റെ കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് USA ആണ്, അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അമേരിക്ക നടപ്പിലാക്കിയ ഒരു അവകാശങ്ങളിൽ നിന്നാണ്, മൗലികാവകാശങ്ങളിൽ നിന്നാണ് നമ്മൾ അത് കടമെടുത്തിരിക്കുന്നത്. അത് ഇന്ത്യൻ സൊസൈറ്റിയുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് ആഡ് ചെയ്യാൻ പറ്റുന്ന, ഇന്ത്യൻ സൊസൈറ്റിയുടെ നേച്ചറുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ ഫണ്ടമെന്റൽ റൈറ്റ്സിന് നമ്മൾ എന്ത് ചെയ്തു? മാറ്റപ്പെട്ടു. എങ്കിലും അതിന്റെ കോൺട്രിബ്യൂട്ടർ ആര് തന്നെയാണ്? ഫസ്റ്റ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് USA-യിലാണ്, അമേരിക്കയിലാണ്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് ഇന്ത്യ കടം കൊണ്ട വ്യവസ്ഥകളിൽ ഒന്നാണ് ദി ചാർട്ടർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലികാവകാശങ്ങളുടെ പ്രമാണം. ദി ചാർട്ടർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. നമ്മൾ എവിടെ നിന്ന്? ആരുടെ കോൺട്രിബ്യൂഷൻ? അമേരിക്കൻ കോൺട്രിബ്യൂഷൻ. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 3-ലാണ് ഏത് വരുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് വരുന്നത്. ആർട്ടിക്കിൾ 12 to 32. ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ആ പ്രിപ്പറേഷൻ, അതിന്റെ കൺട്രോളിംഗ് അതോറിറ്റി എന്ന് പറയുന്ന അന്ന് നമ്മുടെ ഒരു പ്രമുഖനായ നാഷണൽ ലീഡർ ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാം, സർദാർ വല്ലഭായ് പട്ടേൽ. അദ്ദേഹത്തിന് ഒരു നിക് നെയിം ഉണ്ട്, എന്താ? ദി അയൺ മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ, ദ ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യം ഈ ഒരു അവസ്ഥയിൽ, ഈ ജിയോഗ്രഫിക്കലായിട്ട് യൂണിറ്റി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയത് ആരുടെ കൺട്രോളിലാണ്? സർദാർ പട്ടേലിന്റെ കൺട്രോളാണ്. അവരുടെ നാട്ടുരാജ്യങ്ങൾ, ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സ് എന്ന് പറയും, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. ഇന്ത്യ എന്ന് പറയുന്നത് 600ഓളം നാട്ടുരാജ്യങ്ങൾ ചേർന്നതാണ്. കേരളമൊന്നും ഇല്ല, തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ഒക്കെ ആയിരുന്നു. ഇങ്ങനെ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളെല്ലാം കൂടി ചേർത്ത് ഇന്നത്തെ ഇന്ത്യക്ക് മാറ്റുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച വ്യക്തിയാണ് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. അദ്ദേഹത്തിന് അതുകൊണ്ടാണ് ആ ഒരു നിക് നെയിം കിട്ടിയത്, എന്താ? ദി അയൺ മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന് അദ്ദേഹത്തിനെ വിളിക്കാൻ കാരണം തന്നെ ആ ഒരു അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനാണ്. അപ്പോ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സും പ്രിപ്പയർ ചെയ്തത് ആരുടെ ലീഡർഷിപ്പിലാണ്? സർദാർ പട്ടേലിന്റെ ലീഡർഷിപ്പ്. അപ്പൊ മറക്കണ്ട, പ്രിയാമ്പിൾ പ്രിപ്പയർ ചെയ്തത് ജവഹർലാൽ നെഹ്റു. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ആരുടെ കൺട്രോളിലാണ്? സർദാർ വല്ലഭായ് പട്ടേലിന്റെ കൺട്രോളിലാണ്. അതുപോലെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ മേജർ ആയിട്ടുള്ള ലോ പോയിന്റ്സുകളെല്ലാം പ്രിപ്പയർ ചെയ്ത് ആരാണെന്ന് അറിയാമോ? ഡോക്ടർ BR അംബേദ്കർ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്താ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്. ദ ബിൽഡർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ഡോക്ടർ BR അംബേദ്കറെ കൺസിഡർ ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാ? ഡോക്ടർ BR അംബേദ്കർ. അപ്പോ പ്രിയാമ്പിൾ ജവഹർലാൽ നെഹ്റു, കോൺസ്റ്റിറ്റ്യൂഷണൽ ബിൽഡർ ഡോക്ടർ BR അംബേദ്കർ, ക്രിയേറ്റർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലികാവകാശങ്ങളുടെ ക്രിയേറ്റർ എന്ന് പറയപ്പെടുന്ന ആരാ? സർദാർ വല്ലഭായ് പട്ടേൽ. മറക്കണ്ട, ഈ ആൻസർ, ഈ പോയിന്റ്സുകളൊക്കെ കുറിച്ചിട്ടുള്ളൂ, പുസ്തകത്തിലൊന്നും കുറെ കാണില്ല. മൗലികാവകാശങ്ങൾ നമ്മൾ എവിടെ നിന്ന് കടമെടുത്തു? അമേരിക്കയിൽ നിന്ന് കടമെടുത്തു. ഇന്ത്യൻ പൗരന് ഉറപ്പാക്കുന്ന മൗലികാവകാശങ്ങൾ എത്ര? 6. ഭരണഘടന നടപ്പിലാക്കുമ്പോൾ എത്ര മൗലികാവകാശം ഉണ്ടായിരുന്നു? 7. ഭരണഘടനയുടെ മൗലികാവകാശങ്ങൾ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് ഏതാ? റൈറ്റ് ടു പ്രോപ്പർട്ടി, സ്വത്തവകാശം. ഇപ്പോ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഗ്യാരണ്ടീഡ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന ഉറപ്പാക്കുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? 6. ഇത് പഠിച്ചു തീരുമ്പോൾ, ഈ ക്ലാസ് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഇത് പഠിച്ചിരിക്കണം. പിന്നീട് പഠിക്കേണ്ട ഒരു സമയം വരും. അപ്പോ ആ മൗലികാവകാശങ്ങളെ കുറിച്ച് ഞാൻ ഒന്ന് പറയാം. നമ്പർ 1, റൈറ്റ് ടു ഇക്വാളിറ്റി. എന്താ ഇക്വാളിറ്റി? സമത്വം, സമത്വത്തിനുള്ള അവകാശം. മലയാളം മീഡിയംകാർ കേട്ടുപോകാം. നമ്പർ 1. അപ്പോ ഇന്ത്യൻ ഭരണഘടന ഉറപ്പാക്കുന്ന മൗലികാവകാശങ്ങളെ കുറിച്ച് ഈ 6 പഠിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ക്വസ്റ്റ്യൻ കൂടി പറയാം. മൗലികാവകാശങ്ങൾ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം, അല്ലെ? നിങ്ങളുടെ പുസ്തകത്തിനകത്ത് ഒരു ചെറിയൊരു പാരഗ്രാഫ് ഉണ്ട്. ആ പാരഗ്രാഫ് ബേസ് ചെയ്തും കൂടെ ഞാൻ പറഞ്ഞു, ജനറലായിട്ട് മാത്രമല്ല കൂടെ പറഞ്ഞു. അത് നിങ്ങൾ ആ പാരഗ്രാഫ് ഒന്ന് പഠിക്കണം.
ആ പാരഗ്രാഫ് ഇതാ പറയുന്നത്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ദോസ് റൈറ്റ്സ് which cannot be denied to a person at any cost. എന്താ, ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശങ്ങളാണ് മൗലികാവകാശം. അപ്പോൾ വാട്ട് ഈസ് ഫണ്ടമെന്റൽ റൈറ്റ്സ്? എന്താണ് മൗലികാവകാശം എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ചോദ്യം കേട്ടല്ലോ, എന്താണ് മൗലികാവകാശം? അപ്പോൾ നിങ്ങൾ ഉത്തരം എഴുതുക. എന്താ? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ദോസ് റൈറ്റ്സ് which cannot be denied to a person at any cost. ഒരു കാരണവശാലും ഒരു വ്യക്തിക്ക് ഒരു സാഹചര്യത്തിലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശങ്ങളെയാണ് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത്. They are inevitable for the holistic development of an individual. അതായത് ഒരു വ്യക്തിയുടെ എന്തിനാ? ഡെവലപ്മെന്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയുടെ വ്യക്തിത്വ വികാസത്തിന്, സമ്പൂർണ്ണ വികാസത്തിന് ഒരിക്കലും ഒഴിച്ചുകൂടാനാകാത്തവയാണ്. They are inevitable for the holistic development of an individual. ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ വികാസത്തിന് ഒരിക്കലും ഒഴിച്ചുകൂടാനാകാത്തതാണ് ഏത്? മൗലിക അവകാശം. They are very essential for leading a dignified life. അന്തസ്സുള്ള ഒരു ജീവിതം നയിക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ് മൗലികാവകാശം. They are very essential for leading a dignified life. നല്ല അന്തസ്സുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് അത്യന്താപേക്ഷിതമാണ് ഏത്? മൗലിക അവകാശം. So the fundamental rights and their protection are very important in a democratic society. അതുകൊണ്ട് തന്നെ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. പ്രൊട്ടക്ഷൻ ആർ വെരി, അതിന്റെ സംരക്ഷണം എന്ന് പറയുന്നതും ഒരു ജനാധിപത്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നോ വാട്ട് ഈസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നോ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഈ 2-3 സെന്റൻസ് നിങ്ങൾ എഴുതണം. മസ്റ്റ് ആയിട്ട് ഈ പാരഗ്രാഫ് കാണാതെ പഠിക്കണം, എല്ലാവരും കാണാതെ പഠിക്കണം. വേറെ ഒന്നുകൂടി പറഞ്ഞുതരാം. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ദോസ് റൈറ്റ്സ് which cannot be denied to a person any cost. ഏതൊരു കാരണവശാലും ഒരു വ്യക്തിക്ക് നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശങ്ങളാണ് മൗലിക അവകാശം. They are inevitable for the holistic development of an individual. ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ വികാസത്തിന് അനിവാര്യമാണ് ഏത്? മൗലിക അവകാശങ്ങൾ. They are very essential for leading a dignified life. ഒരു വ്യക്തിയുടെ അന്തസ്സുള്ള ജീവിതം നയിക്കാൻ അത്യന്താപേക്ഷിതമാണ് മൗലികാവകാശം. So the fundamental rights and their protection are very important in a democratic society. അതുകൊണ്ട് തന്നെ ജനാധിപത്യ രാജ്യങ്ങളിൽ മൗലിക അവകാശങ്ങൾക്കും അതിന്റെ സംരക്ഷണത്തിനും അത്രയേറെ പ്രാധാന്യം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതി ആൻസർ നോട്ട്ബുക്കിൽ. What is the importance of fundamental rights in present day society? അല്ലെങ്കിൽ what is the fundamental rights എന്ന് എഴുതിയിട്ട് ഈ പാരഗ്രാഫ് എഴുതണം. എന്നിട്ട് how many fundamental rights are guaranteed in Indian Constitution? ഇന്ത്യൻ ഭരണഘടന ഉറപ്പാക്കുന്ന മൗലികാവകാശങ്ങൾ ഏതൊക്കെ? എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 3-ലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് വരുന്നത്. ഇതിന്റെ കോൺട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞ സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. ഇത് എവിടെ നിന്നുള്ള കോൺട്രിബ്യൂഷൻ ആണ്? അമേരിക്കൻ കോൺട്രിബ്യൂഷൻ ആണ്. 6 ഫണ്ടമെന്റൽ റൈറ്റ്സ്. നമ്പർ 1, റൈറ്റ് ടു ഈക്വാലിറ്റി. എന്തിനുള്ള അവകാശം? സമത്വത്തിനുള്ള അവകാശം. നമ്പർ 2, റൈറ്റ് ടു ഫ്രീഡം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. നമ്പർ 3, റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ചൂഷണത്തിനെതിരായുള്ള അവകാശം. നമ്പർ 3 ഏതാണ്? റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. നമ്പർ 4, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. നമ്പർ 5, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ആൻഡ് ലാസ്റ്റ്ലി, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. അപ്പൊ എത്ര ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഗ്യാരണ്ടി ചെയ്യുന്നത്? 6. ഭരണഘടന ഒരു പൗരന് ഉറപ്പാക്കുന്ന മൗലിക അവകാശങ്ങൾ 6 എണ്ണമാണ്. എന്തൊക്കെയാണ്? നമ്പർ 1, റൈറ്റ് ടു ഇക്വാലിറ്റി. ഇത് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ പഠിച്ചു കേട്ടോ. റൈറ്റ് ടു ഇക്വാലിറ്റി എന്താ? സമത്വത്തിനുള്ള അവകാശം. ആദ്യം പേര് പഠിക്കുക. നമ്പർ 2, റൈറ്റ് ടു ഫ്രീഡം എന്താ? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം.
നമ്പർ 3 റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, എന്തിനുള്ള ചൂഷണത്തിനെതിരായുള്ള അവകാശം. നമ്പർ 4 റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, എന്തിനുള്ള മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. നമ്പർ 5 കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, കൾച്ചറൽ സാംസ്കാരികം, എഡ്യൂക്കേഷണൽ എന്ന് ഞാൻ എഴുതിയിട്ടുള്ളൂ, എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആണ് കേട്ടോ, എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആണ്. വിദ്യാഭ്യാസപരമായ അവകാശം, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. ആൻഡ് ലാസ്റ്റ്ലി റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. നിങ്ങൾ കേട്ടിട്ട് കാണാതെ പറഞ്ഞു. അപ്പോ ഭരണഘടന ഉറപ്പാക്കുന്ന മൗലിക അവകാശങ്ങൾ എത്രണ്ണമാണ്? 6 മൗലിക അവകാശമാണ് ഭരണഘടന ഉറപ്പാക്കുന്നത്. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് എത്രയാണ്? 6 ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ എത്ര ഉണ്ടായിരുന്നു? 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു അല്ലേ? 7th ഏതായിരുന്നു? റൈറ്റ് ടു പ്രോപ്പർട്ടി. അത് ചേഞ്ച് ചെയ്തു, അത് ഫണ്ടമെന്റൽ. അത് നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ റിട്ടണും റിജിഡുമാണ്, എഴുതപ്പെട്ടതും ഉറപ്പുള്ളതുമാണ്. അതുകൊണ്ട് ഭരണഘടന ഉണ്ടാക്കി വെച്ച നിയമങ്ങളിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റില്ല. നമ്മൾ പറയാറില്ലേ, ഒരു കുട്ടയിൽ നിന്ന് എടുത്ത് വേറൊരു കുട്ടയിൽ വെക്കുക, അങ്ങനെ പറ്റും. എന്ന് വെച്ചാൽ ഒരു പാർട്ടിയിൽ നിന്ന് എടുത്ത് വേറൊരു പാർട്ടിയിൽ വെക്കുക. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? 7th ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു പ്രോപ്പർട്ടിയെ, ആ പ്രോപ്പർട്ടിയെ ഒന്നിനെടുത്ത് ഒരു പൗരന്റെ സാധാരണ അവകാശമാക്കി മാറ്റി, സിവിൽ റൈറ്റ് ആക്കി മാറ്റി. ഭരണഘടനയ്ക്ക് പുറത്ത് കളയാൻ പറ്റില്ല, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോ റൈറ്റ് ടു പ്രോപ്പർട്ടി ഇപ്പോഴും ഉണ്ട്, പക്ഷെ അത് എന്തല്ല, ഇറ്റ്സ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇതൊരു മൗലിക അവകാശമല്ല. ആ സ്ഥാനത്ത് എന്താ? ഇറ്റ്സ് എ ലീഗൽ റൈറ്റ്സ് എന്നോ സിവിൽ റൈറ്റ് എന്നോ പറയാം, നിയമപരമായ അവകാശം എന്നോ പൗരാവകാശം എന്നോ പറയാം. അങ്ങനെ ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി ഇന്നും അവകാശമായി തന്നെ തുടരുകയാണ്, മൗലിക അവകാശമല്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭരണഘടനയിൽ മൗലിക അവകാശം എന്ന് പറയുന്നത് 6 കാണാതെ പഠിക്കണം. മലയാളം ഒന്നുകൂടി പറഞ്ഞുതരാം. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. ഈ 6 മൗലിക അവകാശമാണ് ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്കായി. അപ്പോൾ എല്ലാ കുട്ടികളും നിർബന്ധമായും ഇത് കാണാതെ പഠിച്ചിരിക്കണം. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും 6 മൗലിക അവകാശം ഈ പറഞ്ഞ ക്ലാസ്, ഈ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മസ്റ്റ് ആയിട്ട് നിങ്ങൾ 1, 2, 3 തവണ കേൾക്കുക, എന്നിട്ട് പഠിക്കുക. പുസ്തകത്തിൽ പോകേണ്ട ആവശ്യം പോലും ഇല്ല. എന്നാൽ ആ പുസ്തകം ഒരു പ്രാവശ്യം വായിക്കുകയും വേണം. ഈ ക്ലാസ് 2-3 ക്ലാസ് ഈ കാര്യങ്ങളെല്ലാം നല്ലതുപോലെ മനസ്സിൽ പതിപ്പിക്കുക. എന്നാൽ മാത്രമേ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓരോന്നായിട്ട് നമുക്ക് ഇനി പഠിക്കാം. 6 നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കണം. പ്രധാനപ്പെട്ട പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ചാപ്റ്ററാണ്. ഇതിൽ നിന്ന് നല്ല മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കും. അതുകൊണ്ട് ഇത് നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതോടൊപ്പം തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം കൂടിയാണ്. എപ്പോഴും ആരും ചോദിച്ചാൽ പറയണം മൗലികാവകാശം എത്രണ്ണം, ഏതൊക്കെ, അത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ, ഇന്ത്യൻ ഭരണഘടനയുടെ നേച്ചർ, അതും കൂടി അറിഞ്ഞു വയ്ക്കുക. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ നേച്ചർ എന്താണ്? റിട്ടൺ ആൻഡ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, എഴുതപ്പെട്ടതും ദൃഢതയുള്ളതുമായ ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. ദ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ് ഇന്ത്യയുടെ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടെ, മറക്കണ്ട. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ്. 1950 ജനുവരി 26 നിലവിൽ വന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലാസ് കേട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ കൃത്യമായി ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഭരണഘടനയെ കുറിച്ചും അവകാശങ്ങളെ കുറിച്ചും. അവകാശങ്ങൾ 1 by 1 ആയിട്ട് നമ്മൾ പഠിക്കണം, അത് വിശദീകരിച്ച് പഠിക്കണം. അതിൽ ഓരോരോ പാർട്ടായിട്ടുണ്ട്. റൈറ്റ് ടു ഈക്വാലിറ്റിയുടെ ഓരോ പാർട്ടായിട്ട് ആ പാർട്ടായിട്ട് നിങ്ങൾ പഠിച്ചെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മറക്കില്ലല്ലോ. നല്ലതുപോലെ കേൾക്കുക, പഠിക്കുക. പ്രധാനപ്പെട്ട ചാപ്റ്റർ കൂടി ഒന്നുകൂടി പറയാണ്, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ.